Good morning. വെൽക്കം ടു സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ആക്ടിവിറ്റി എക്സ്പെരിമെന്റ് ഒക്കെ എല്ലാവരും ചെയ്ത് കാണുമെന്ന് കരുതുന്നു. റിസൾട്ട് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചിലവർ ആദ്യത്തെ തവണ വെള്ളത്തിലോട്ട് ടവലൊക്കെ വെച്ച് കയറ്റാൻ ശ്രമിച്ചപ്പോൾ വെള്ളമൊക്കെ ആദ്യം തന്നെ കയറി കാണണം. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് എടുക്കുക. ഇനിയുള്ള എക്സ്പെരിമെന്റ്സും ഇതുപോലെ ചെയ്തു നോക്കണം. ഒന്നിൽ പരാജയപ്പെട്ടാലും അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇന്നും പഠിക്കാനുള്ളത് സയൻസിൽ കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ഇനിയും 2 ആക്ടിവിറ്റി കൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി വീണ്ടുമുള്ള ഇതിൽ ഇനി പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ആക്ടിവിറ്റി. മുമ്പ് നമ്മളൊരു ആക്ടിവിറ്റി പഠിച്ചു. ഇനി അടുത്ത എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ആണെന്ന് അറിയാമോ? മാറ്ററിന് വെയിറ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി നോക്കാം. 3 ടൈപ്പ് ഓഫ് മാറ്റേഴ്സ്, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് അല്ലെ. ഈ 3നും വെയിറ്റ് ഉണ്ടെന്ന് സിമിലർ ആയിട്ട് നമുക്ക് തെളിയിക്കാം. അപ്പൊ അത് നോക്കാം. All matter whether solid, liquid or gas has weight. ഈ 3നും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. Take a piece of stone or any solid material and weight. നമുക്ക് എന്ത് ചെയ്യാം, വേ ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിങ് മെഷീൻ ഒന്നും കൊണ്ടുവരാൻ നിവർത്തിയില്ല. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ചുമ്മാ കുറച്ച് സോളിഡ്, ഇപ്പോൾ കല്ലുകൾ പെറുക്കി നോക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഒരു പാക്ക് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ വീട്ടിൽ സോൾഡ് ആയിട്ടുള്ള അരിയുടെ പാക്കോ അല്ലെങ്കിൽ ഗോതമ്പിന്റെ പാക്കോ അങ്ങനെ എന്തിനെങ്കിലും ഒരു പാക്കറ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എടുത്ത് നോക്കുക. അതിനെ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ലേ? അപ്പൊ അതിന് സോൾഡ് എന്ന് പറയുന്നതിന് വെയിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ഇത് എടുത്താൽ തന്നെ എനിക്ക് എന്ത് ഫീൽ ചെയ്യും? വെയിറ്റ് ഉണ്ടെന്ന് ഫീൽ ചെയ്യും. അതായത് വെയിറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് എന്ത് പറ്റും, ഇങ്ങനെ എടുക്കാൻ എനിക്ക് ഒട്ടും ഭാരം ഫീൽ ചെയ്യില്ല. അത് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇതിന് ഇങ്ങനെ തന്നെ എടുക്കണം. എടുത്തില്ല എന്ന് വെച്ചാൽ താഴെ വീണ് പോകും. ബലത്തോടെ പിടിച്ചില്ലെങ്കിൽ അത് താഴെ വീഴും. കാരണം എന്താ? ഇതിന് ഭാരമുണ്ട്. യു വിൽ സീ ദാറ്റ് ഇറ്റ് ഹാസ് സം വെയിറ്റ്. അതിന് കുറച്ച് വെയിറ്റ് ഉണ്ടാവും. നമ്മൾ എത്രത്തോളം വെയിറ്റ് കൂടുതലെടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ട, ബലം ഉപയോഗിച്ച് എടുക്കേണ്ടി വരും അല്ലെ. ഇനി ഒരു ഗ്ലാസ് എടുക്കുക. ടേക്ക് എ എംപ്റ്റി ഗ്ലാസ് ഓർ ബോട്ടിൽ ആൻഡ് നോട്ട് ഇറ്റ്സ് വെയിറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങളുടെ അടുത്ത വല്ല വീടിനോട് ചേർന്ന് വല്ല കടയുമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എംപ്റ്റി ഗ്ലാസോ ബോട്ടിലോ എടുക്കുക. ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ ഗ്ലാസോ ബോട്ടിലോ എടുക്കുക. എന്നിട്ട് അത് അവിടുത്തെ വെയിങ് മെഷീനിൽ ചുമ്മാ ഇട്ട് നോക്കുക. അപ്പൊ അതിനെന്ത് വെയിറ്റ് വരുന്നുണ്ടെന്ന് നോക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത ശേഷം, വാട്ടർ നിറച്ച ശേഷം അതിൽ വെച്ച് നോക്കൂ. അതിന്റെ വെയിറ്റിൽ വേരിയേഷൻ കാണും. അത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം അത് കാലിയായിരുന്നപ്പോൾ എത്ര വന്നു, പിന്നീട് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തപ്പോൾ അതിന്റെ വെയിറ്റ് എത്രയായിട്ട് ചേഞ്ച് ആയിരുന്നു. And now fill this glass or bottle with water, not its weight again. You will see that it weighs more now. This is show that liquids have weight. ഇതിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? This show that liquids have weight. Liquids have weight. ലിക്വിഡിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. കാരണം എന്താ? നമ്മൾ അതിലേക്ക് നിറച്ചത് ലിക്വിഡ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ലിക്വിഡ് നിറച്ചപ്പോഴാണല്ലോ അതിന്റെ വെയിറ്റ് ചേഞ്ച് ആയത്. അപ്പൊ ലിക്വിഡ്സിനും വെയിറ്റ് ഉണ്ട്. Take an empty balloon and not its weight. ഒരു എംപ്റ്റി ബലൂൺ എടുക്കുക, അതിന്റെ വെയിറ്റും ഇതുപോലെ നോക്കുക. ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ ബലൂൺ അതെടുത്തു, അത് തൂക്കി നോക്കുമ്പോൾ ഒരു വെയിറ്റ് കിട്ടും. നൗ ഫിൽ ഇറ്റ് വിത്ത് എയർ. നമ്മൾ അതിനെ ഊതി വീർപ്പിക്കുക. അതിനുശേഷം അതിനെ വേ ചെയ്യുക. നോട്ട് ദ വെയിറ്റ് അഗെയിൻ. എന്നിട്ട് അതിനെ വേ ചെയ്ത് നോക്കൂ. എയർ എത്രത്തോളം കയറിയുണ്ടോ അതിനനുസരിച്ച് അതിന്റെ വെയിറ്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും. യു വിൽ ഫൈൻഡ് ഇറ്റ് വെയ്സ് മോർ നൗ. ദിസ് ഷോസ് ദാറ്റ് എയർ ഹാസ് വെയിറ്റ്. അതിനും വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതെന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്തായാലും. ഇനി ആക്ടിവിറ്റി 3 ആണ്. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടെന്നുള്ളത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ എബോവ് ഐറ്റംസ് കെയർഫുള്ളി ബൈ കീപ്പിംഗ് ദം ഓൺ എ ടേബിൾ. നൗ കീപ് ദം ഓൺ എ ചെയർ. ഡു യു ഫൈൻഡ് എനി ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്? നോ. ദിസ് ഷോസ് ദാറ്റ് ഓൾ ദ സോളിഡ് മാറ്റേഴ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പെൻസിൽ, ഒരു റബ്ബർ, ഒരു വുഡ് പീസ്, ദെൻ പെൻ ആൻഡ് നോട്ട്ബുക്ക് ഇത്രയും എടുക്കുക. ഇവ നിങ്ങളൊരു ടേബിളിന്റെ മേലെ കൊണ്ടുവയ്ക്കുക. അതിനെ ഒബ്സർവ് ചെയ്യുക. അതിന്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതെടുത്ത് അതിന്റെ പ്ലേസ് മാറ്റി ഒരു ചെയറിൽ കൊണ്ടുവയ്ക്കുക. അവിടെ വെക്കുമ്പോൾ അതിനെ വീണ്ടും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതിന്റെ ഷേപ്പിൽ വല്ല ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ചേഞ്ച് വരുമോ? ഇല്ല. സോളിഡ്സ് ആയതുകൊണ്ട് അതിന് ചേഞ്ച് വരില്ല. അപ്പൊ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക? സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. അതിന് വ്യക്തമായ ഷേപ്പ് ഉണ്ട്. അത് എവിടെ കൊണ്ടുവച്ചാലും ആ ഷേപ്പ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അതും പറഞ്ഞൊരു ഗ്ലാസ് എടുത്ത് താഴെയിട്ടൊന്നും നോക്കരുത്. ചില്ലാണെങ്കിൽ അത് സംഭവിക്കും, പൊട്ടിപ്പോകും. സോളിഡ് ആണെന്ന് പറഞ്ഞ കാര്യമില്ല. താഴെയിട്ട് പൊട്ടിച്ചാൽ അതിന്റെ ഷേപ്പ് മാറും, ചിലപ്പോൾ നിങ്ങളുടെ ഷേപ്പും മാറും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഓക്കെ. ആൻഡ് ലിക്വിഡ്സ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാം. ടേക്ക് സം വാട്ടർ ഇൻ എ ബോട്ടിൽ. ഒരു ബോട്ടിലിൽ കുറച്ച് വാട്ടർ എടുക്കുക. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് വാട്ടർ. ആ ഷേപ്പ് എന്താണെന്ന് നോക്കുക. നമ്മൾ ഏത് ബോട്ടിലാണോ എടുത്ത് ആ ഷേപ്പിലായിരിക്കുമല്ലോ ഇപ്പോൾ ആ വാട്ടർ ആണ്. യു വിൽ സീ ദാറ്റ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഈസ് ലൈക്ക് ദാറ്റ് of the bottle. ഏത് ബോട്ടിലാണോ എടുത്ത് ആ ബോട്ടിലിന്റെ ഷേപ്പിലായിരിക്കും. Now pour its water into a
ഗ്ലാസ് ആൻഡ് ഒബ്സർവ്. ഒരു ഗ്ലാസ്സിലോട്ട് ഈ കുപ്പിയത്തെ വെള്ളത്തിനെ മാറ്റുക. അപ്പൊ എന്ത് സംഭവിക്കും? ഗ്ലാസിന്റെ ഷേപ്പിലോട്ട് വെള്ളം മാറും. You will see that water takes the shape of the glass. This shows that the water does not have definite shape. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാട്ടറിന് ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. ഇനി നിങ്ങൾക്ക് ഇതും പോരെങ്കിൽ വേറെ വേറെ പാത്രങ്ങളിലോട്ടോ യൂട്ടൻസിൽസിലോട്ടോ ഗ്ലാസ് ജാസിലോട്ടോ അല്ലെങ്കിൽ ജഗ്ഗിലോട്ടോ ഒക്കെ മാറ്റി മാറ്റി ഒഴിച്ചു നോക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ആ യൂട്ടൻസിൽ അല്ലെങ്കിൽ ആ കണ്ടെയ്നറിന്റെ ഷേപ്പിലോട്ട് ആര് മാറും? ഈ വാട്ടറിന്റെ ഷേപ്പ് മാറും. It takes the shape of the container in which it is kept. ഏതിലാണോ അത് സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ ഷേപ്പിലോട്ട് അത് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി എയർ ഹാസ് നോ ഡെഫിനറ്റ് ഷേപ്പ്. എയറിന് ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല എന്നുള്ളത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ലൈക്ക് ലിക്വിഡ്, എയർ ഓൾസോ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനറ്റ് ഷേപ്പ്. ലൈക്ക് ലിക്വിഡ് പോലെ തന്നെ എയറിനും എന്തില്ല? ഷേപ്പ് ഇല്ല. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ സ്പേസ് ഇറ്റ് ഓക്യുപ്പൈസ്. അത് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഷേപ്പിലാണ്. നമ്മുടെ കിച്ചണിൽ കുക്കിംഗ് ഗ്യാസ് നോക്കിയാൽ അറിയാം അത് ആ സിലിണ്ടറിന്റെ ഷേപ്പിലാണ്. വേറെ ഏതെങ്കിലും ഷേപ്പിലാണോ? അല്ല. അതിന് വേറെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ ആ ഷേപ്പിലോട്ട് മാറും. അതുപോലെ തന്നെ ബലൂൺസ് കണ്ടിട്ടുണ്ടോ? ബലൂൺസിലൊക്കെ കോമൺ ആയിട്ട് എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ ബലൂൺസ് ഉണ്ട്, അല്ലാത്തതിലൊക്കെ നോർമൽ എയർ ആണ് അടിച്ചു കയറ്റുന്നത്. ആ എയർ ഏത് ബലൂണിൽ അടിച്ചാലും ആ ഷേപ്പാണ്. ഇനി ഹൈഡ്രജൻ ബലൂൺ തന്നെ നമുക്ക് ഡിഫറെന്റ് ഷേപ്സിൽ അവൈലബിൾ ആണ്. കാരണം എന്താ? അത് ഉണ്ടാക്കിയ ബലൂണിന്റെ ഷേപ്പ് അതാണ്. അതുകൊണ്ട് ആ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുമ്പോൾ ആ ഷേപ്പിൽ വരുന്നു. അപ്പൊ എയറിന് ഡെഫിനറ്റ് ഷേപ്പില്ല. നമ്മൾ എന്ത് ഫില്ല് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഷേപ്പാണ് അത് കിട്ടുക. ഓക്കെ, ഇനി നോക്കേണ്ടത് ചേഞ്ചസ് ഇൻ മാറ്റർ ആണ്. എങ്ങനെയാണ് മാറ്റേഴ്സ് ചേഞ്ച് ആവുന്നത്? മാറ്റർ ചേഞ്ച് ഇൻ 2 ways. 2 രീതികളിലാണ് മാറ്റർ ചേഞ്ച് ആവുന്നത്. ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിലും കെമിക്കൽ ചേഞ്ചിലുമാണ് ഇതിന് നടക്കുന്ന ചേഞ്ചസ് എന്ന് പറയാം. എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് നോക്കാം. ഫിസിക്കൽ ചേഞ്ചിന് അവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഇഫ് വി ടിയർ എ പീസ് ഓഫ് പേപ്പർ ഇൻ ടു ബിറ്റ്സ് ഇറ്റ് റിമെയിൻസ് ആസ് പേപ്പർ, ഇറ്റ്സ് മോളിക്യൂൾസ് ഡു നോട്ട് ചേഞ്ച്. അതായത് നമ്മളൊരു വലിയ കഷ്ണം പേപ്പർ എടുത്തു, അത് എന്ത് ചെയ്യാണ്? ടിയർ ചെയ്യാണ്, കീറിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ പീസസ് ആവും. പക്ഷെ അതെന്താണ്? പേപ്പർ തന്നെയാണ് അപ്പോഴും. സോ അതിന്റെ മോളിക്യൂൾസ് എന്താവുന്നില്ല? ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, പേപ്പറിന്റെ മോളിക്യൂൾസ് ചേഞ്ച് ആവുന്നില്ല. വാട്ടർ ഈസ് എ ലിക്വിഡ് ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി എ സോളിഡ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആണ് അല്ലേ? അതിനെ സോളിഡ് ആക്കാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റും. എങ്ങനെയാണോ വെച്ചുക? നമ്മൾ അതിനെ തണുപ്പിച്ചാൽ മതി. ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കൂ, ഫ്രീസറിലോട്ട് കയറ്റി വെക്കൂ, അതെന്തായി മാറും? സോളിഡായി മാറും. ഐസ് ക്യൂബ്സ് കണ്ടിട്ടില്ലേ? എന്താണ്? വാട്ടറിൽ നിന്നാണ് ഐസ് ക്യൂബ്സ് ഉണ്ടാവുന്നത്. ലിക്വിഡ് ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി എ സോളിഡ് ആസ് ഐസ്. വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐസ് ആണ്. ഇറ്റ് ക്യാൻ ബി എ ഗ്യാസ് ടു. അതിന് ഗ്യാസ് ആക്കാനും പറ്റും. എങ്ങനെയാണ് നമ്മൾ വാട്ടറിന് ഗ്യാസ് ആക്കുന്നത്? ഹീറ്റ് അപ്ലൈ ചെയ്യണം. ഒരുപാട് ഹീറ്റ് കടത്തി വിടുമ്പോൾ അതെന്താവും? വേപ്പറൈസ് ആയി പോയിക്കൊണ്ടിരിക്കും അല്ലേ? കണ്ടിട്ടുണ്ടാവുമല്ലോ, കുക്ക് ചെയ്യുമ്പോഴൊക്കെ വെള്ളം നീരാവിയായിട്ട് അതിങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? ഉണ്ട്. ആസ് വാട്ടർ വേപ്പർ ആയിട്ടാണ് ഗ്യാസ് ആയി മാറുന്നത്. ഇൻ ഓൾ ദീസ് കേസസ് ഇറ്റ് മോളിക്യൂൾസ് do not change. അതിന്റെ മോളിക്യൂൾസ് അപ്പോഴും എന്താവുന്നില്ല? ചേഞ്ച് ആവുന്നില്ല. സച്ച് എ ചേഞ്ച് ഈസ് കോൾഡ് ഫിസിക്കൽ ചേഞ്ച്. ഇത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച്. പേപ്പർ ടിയർ ചെയ്യുന്നതും വാട്ടറിന്റെ സ്റ്റേറ്റ്സ് മാറുന്നത്, അതായത് സോളിഡിലോട്ടും ലിക്വിഡിലോട്ടും പിന്നീട് ഗ്യാസിലോട്ടും ഒക്കെ മാറുന്നതുമാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അല്ലാതെ കെമിക്കൽ ചേഞ്ച് അല്ല. ഇനി എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് നോക്കാം. ഇഫ് യു ബേൺ എ പീസ് ഓഫ് പേപ്പർ ഓർ വുഡ് ഇറ്റ് ചേഞ്ചസ് ടു സ്മോക്ക് ആൻഡ് ആഷ്. നമ്മളൊരു കഷ്ണം പേപ്പർ എടുത്തു, ഒരു കഷ്ണം വിറകെടുത്തു, മരം എടുത്തു, അവയെ നമ്മൾ എന്ത് ചെയ്യണം? ബേൺ ചെയ്യാണ്, കത്തിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആഷായി മാറും. ആഷിന്റെ കൂട്ടത്തിൽ പുകയായും പോകും. പുകയും ആഷുമായി മാറുന്ന ആ പ്രോസസ് എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. സ്മോക്ക് ആൻഡ് ആഷ് ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാറ്റർ. സ്മോക്കും ആഷും എന്താണ്? 2 കൈൻഡ് ഓഫ് മാറ്റർ ആണ്. ആ 2 കൈൻഡ് ഓഫ് മാറ്ററിലെ മോളിക്യൂൾസ് വ്യത്യസ്തമാണ്. their molecules are different from those of paper. പേപ്പറിൽ നിന്നും അത് വളരെ വ്യത്യസ്തമായ 2 മാറ്റേഴ്സ് ആണല്ലേ? പേപ്പർ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരവും പുകയും എന്ന് പറയുന്നത് 2 വ്യത്യസ്ത കൈൻഡ് ഓഫ് മാറ്റർ ആണ്. അതിന്റെ മോളിക്യൂൾസ് ചേഞ്ച്ഡ് ആണ്. വെൻ വി ബേക്ക് എ കേക്ക് in an oven chemical change take place. നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ ചേഞ്ച് നടക്കുന്നു. egg, milk, sugar and flour change in the oven to produce a different kind of matter. അവിടെ എന്താ നടക്കുന്നത്? എഗ്, മിൽക്ക്, ഷുഗർ, ഫ്ലവർ, പൊടി എന്നിവ ചേർന്ന് എന്തായി മാറുകയാണ്? പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് ചേഞ്ച് ആയി വരികയാണ്. ഒരു പുതിയ മാറ്റർ ആണ്. അതാണ് കേക്ക് എന്ന് പറയുന്നത്. when a matchstick burns chemical change take place. നമ്മളൊരു തീപ്പെട്ടി കൊള്ളി ഒരുക്കുകയാണ്. അപ്പം എന്ത് സംഭവിക്കും? അത് കത്തുമ്പോൾ എന്ത് സംഭവിക്കും? തീ പുറത്തു വരും ആൻഡ് പുക പുറത്തു പോകും. അവസാനം കുറച്ച്
കോൾ മാത്രം ബാക്കിയാവും, കരി മാത്രം ബാക്കിയാവും അല്ലെ, കാർബൺ ആയിട്ട് അവശേഷിക്കുക. ഇതൊക്കെ എന്താണ്, തീ വരുന്നതും പുക പോകുന്നതും ഒക്കെ എന്താണ്, കെമിക്കൽ ചേഞ്ചസ് ആണ്. അത് ഓരോ സ്റ്റേജിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. These physical and chemical changes occur because of cooling or heating the matter. നമ്മൾ ഒരു മാറ്ററിനെ ഹീറ്റ് ചെയ്യുമ്പോഴും കൂൾ ചെയ്യുമ്പോഴുമാണ് ഈ ഫിസിക്കലും കെമിക്കലുമായ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. മാറ്ററിന് ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല പല സ്റ്റേറ്റ്സിൽ, മോർ ദാൻ വൺ സ്റ്റേറ്റിൽ അതിന് ഇരിക്കുവാൻ സാധിക്കും, എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഓൾ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ എടുത്താൽ വാട്ടറിന് സോളിഡ് ആയിരിക്കാൻ സാധിക്കും, ലിക്വിഡ് ആയിരിക്കാനും സാധിക്കും, ഗ്യാസ് ആയിരിക്കാനും സാധിക്കും. Take some water in a glass and kept it in the freezer of the refrigerator. റെഫ്രിജറേറ്ററിലെ ഫ്രീസറിൽ നമ്മൾ ഒരു ഗ്ലാസ് വാട്ടർ എടുത്ത് സൂക്ഷിച്ചാൽ എന്താവും, സോളിഡ് ആയി മാറും. After some time we will see that it changes into ice. The process of changing liquid water into solid ice is known as solidification. അതിനെ solidification എന്ന് പറയുന്നു. Ice is the solid form of water and it has a definite shape and it occupies space. Ice ആണ് വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് അതിനൊരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. When this ice cube is heated slightly, we will see that it changes into water. ഈ ഐസ് ക്യൂബ്സിനെ ഹീറ്റ് ചെയ്താൽ, നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ വെച്ച് ഒന്ന് ചൂടാക്കി നോക്കൂ, അത് പതിയെ മെൽട്ടായി വാട്ടറായി തന്നെ വന്നു തുടങ്ങും. This is the liquid form. അതാണ് liquid form. The process of changing solid into liquid on heating is known as melting. The process of changing solid into liquid. സോളിഡിനെ ലിക്വിഡിലോട്ട് ചേഞ്ച് ആവുന്നത് ഹീറ്റ് ഉപയോഗിച്ച് ചേഞ്ച് ആക്കുന്ന രീതിയാണ് എന്ത്, മെൽട്ടിംഗ് എന്ന് പറയുന്നത്. Now if we heat this water, it will change into water vapor or steam. This is gaseous form of water. നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്, ഈ വാട്ടറിനെ if we heat the water, it will change into water vapor. അതെന്താ, വാട്ടർ വേപ്പർ ആയിട്ട് ചേഞ്ച് ആവും, നീരാവിയായിട്ട് ചേഞ്ച് ആവും. ഓർ സ്റ്റീം, വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം എന്ന് പറയാം. ഈ സ്റ്റീം ആവുന്ന പ്രോസസ്സാണ് എന്ത്, ഗേഷ്യസ് ഫോം എന്ന് പറയുന്നത്. അത് ഗേഷ്യസ് ഫോമിലോട്ട് മാറുകയാണ്. The process of changing water into steam or water vapor is known as evaporation. അതിന് എന്ത് പറയും, evaporation എന്ന് പറയും. ഈ വാട്ടർ വേപ്പറോ സ്റ്റീമോ ആക്കി മാറ്റുന്ന രീതിയാണെന്ന് പറയുന്നത് evaporation എന്ന് പറയുന്നത്. Okay. When we cool the steam, we get liquid water again. നമ്മൾ അതിനെ വീണ്ടും തണുപ്പിച്ചാൽ എന്ത് ചെയ്യും, ലിക്വിഡ് വാട്ടർ ആയിട്ട് നമുക്കത് വീണ്ടും ലഭിക്കും. The process of changing water vapor into liquid water is known as condensation. അതായത് പ്രോസസ് ഓഫ് ചേഞ്ചിങ് വാട്ടർ വേപ്പറിനെ വീണ്ടും ലിക്വിഡ് ആക്കി മാറ്റുന്ന രീതിയാണെന്ത്, കണ്ടൻസേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നമുക്ക് ഈ ക്ലാസ്സിന്റെ ബാക്കി ഭാഗം കൂടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.